വൈകിട്ടാണല്ലോ, എന്തൊക്കെ ചെയ്യാ? ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കായിരുന്നു കേട്ടോ. ആരൊരാൾ വരുന്നുണ്ടല്ലോ, നമുക്ക് നോക്കാം. നമസ്തേ. നമസ്തേ. ചൊല്ലി. എന്താ പേര്? ദിയത്തു. എവിടെ നിന്നാവോ? പോരാടെ കാസർഗോഡ്. കാസർഗോഡ് എവിടെയോ വീട്? എന്താ പറഞ്ഞ കാസർഗോഡല്ല, ജാതി എനിക്കറിയാം. എന്തായാലും അറിയാലോ. അവിടെ കാസർഗോഡ് കൂടെ ഉപ്പളുണ്ടെന്നറിയാം. ഉപ്പള ജംഗ്ഷൻ കച്ചിരം പോലെ ഒരു ചെറിയ ബൈനോടെ, ചെറിയ ബൈ. ആ ചെറിയ ബൈന് കുറച്ചങ്ങോട്ട് പോയ ഒരു മൂന്നുടിയ ബൈയാണ്. മൂന്നുടിയ ബൈ. ആ മൂന്നുടിയ ബൈന് കുറച്ചങ്ങോട്ട് പോയ ഒരു സ്കൂളുണ്ട്. ഒരാടെ സ്കൂളിന്റെ അടുത്ത് അവിടെ ചെന്ന് കാസർഗോഡ് ബിയാത്തോണ്ട് ചെല്ലിന ആടെ അറിയും. ആട്ടെ, ബിയാത്തോണ്ട് കയ്യിലൊരു കെട്ടൊക്കെ കാണണ്ടല്ലോ, എന്ത് പറ്റിയതാ? വല്ലാത്ത ബിസിയുണ്ട് ചെങ്ങായി. ഇന്നലെ പൊരയുടെ അവിടെ മങ്കര ഉണ്ടായിരുന്നേ. മോന്തിട്ട് അവിടെ പാടില്ല. പോണ ബേക്കില്ലേ മഴ പെയ്ത് പണ്ടി ചോറ് ബേക്ക് വീടിനെ കൊണ്ട് മുറി തുറോ അതിനെ കൊണ്ടില്ലേ ഭയങ്കര നോയമ്പലായി. നോയമ്പലത്തിനെ കൊണ്ട് ഡോക്ടർ വന്ന് മരുന്ന് വെച്ച് കെട്ടാത്തറ. മലയാളം അത്ര വശമില്ലാന്ന് തോന്നുന്നു. ഇത് മലയാളാണോ? കുട്ടോ കൂടുതൽ നിങ്ങൾ കേട്ടില്ല? മലയാളം ഉണ്ടാനറിയാന്ന്. മലയാളം ഉണ്ടാനറിയാനെ കൊണ്ട് ഞങ്ങളുടെ മൺമാണലച്ചില്ല. ഞങ്ങളുടെ പഠിപ്പ് വിവരം ഇല്ലാത്തരാ. പള്ളിക്കൂടെ പഠിക്കാനാത്തരാ. ഞങ്ങൾ കാസർഗോഡ് പിള്ളോ നല്ല പാങ്ങ് പിള്ളോട്ടോ, ഉസ്താറ് പിള്ളോ, പോലീസ് പിള്ളോ. മലയാളം ഉണ്ടാനറിയാന്ന്. മീച്ചിന് ബന്ധിച്ച് മലയാളം ഉണ്ടാനറിയാ. അതെ, മതി നിങ്ങൾ കറക്കം മതി. മക്കളെ, നിങ്ങൾ ഈ ഭാഷയൊക്കെ മക്കൾക്ക് മനസ്സിലാവോ? മക്കൾക്ക് മനസ്സിലായോ ഏതാ ഭാഷ എന്ന്? കാസർഗോഡ് ജില്ലയിലെ മാത്രം സംസാരിക്കുന്ന അവരുടെ പ്രാദേശിക ഭാഷ. ഈ ഭാഷ കൂടാതെ മറ്റ് 7 ഭാഷകൾ കൂടെ സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയെ സപ്തഭാഷാ സംഗമഭൂമി എന്നും വിളിക്കാറുണ്ട്. എന്താണ് സപ്തഭാഷാ സംഗമഭൂമി എന്ന് അറിയാമോ? 7 ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയായതുകൊണ്ടാണ് സപ്തഭാഷാ സംഗമഭൂമി എന്ന് പറയുന്നത്. സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയുമായിരിക്കും അല്ലെ? സപ്ത എന്ന് പറഞ്ഞാൽ എന്താണ്? 7. അതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിൽ 7 ഭാഷകൾ സംസാരിക്കുന്നു. അതുകൊണ്ടാണ് സപ്തഭാഷാ സംഗമഭൂമി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ സപ്തഭാഷാ സംഗമ ഭൂമിയാണ് കാസർഗോഡ് എന്ന് മനസ്സിലായി. 7 ഭാഷകൾ സംസാരിക്കുന്നതുകൊണ്ട് സപ്തഭാഷാ സംഗമ ഭൂമിയാണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് കാസർഗോഡ് ജില്ലയിൽ സംസാരിക്കുന്ന ഒരു മലയാളത്തിന്റെ ഏകദേശം ഒരു രൂപം നിങ്ങൾ കണ്ടു അല്ലെ? അപ്പൊ നമുക്ക് കാസർഗോഡിന്റെ വിശേഷങ്ങൾ ഇനി ഒരുപാടുണ്ട്. അത് നമുക്ക് നമ്മുടെ നാടൻ കലാരൂപമായിട്ടുള്ള ഓട്ടൻതുള്ളലിലൂടെ പരിചയപ്പെട്ടാലോ? ഏത് കലാരൂപമാണ്? ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. ഏത് കലാരൂപം? ഉറക്കെ പറയൂ. അപ്പൊ ഓട്ടംതുള്ളലിലൂടെ നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾക്ക് കാസർഗോഡിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തരാനായിട്ട് നമ്പ്യാരും നമ്പൂതിരിയൊക്കെ കുറെ നേരമായി റെഡിയായി നിൽക്കണു. അപ്പൊ അവരെ സ്വാഗതം ചെയ്താൽ നമുക്ക്. നമ്പ്യാരാ എന്താ കാസർഗോഡില് കുട്ടികൾക്ക് കാസർഗോഡിനെ പറ്റുന്ന അറിയണത്രേ. പറഞ്ഞടുത്തച്ചിട്ട് വന്നതാ. അല്ല നമ്പൂതിരിയെ, എന്റെ വേഷത്തിലൊക്കെ ഒരു മാറ്റം. കൊറേ നാളായി ഈ കാസർഗോഡിൽ വന്ന് പെട്ടേ. നമ്മുടെ ഫ്രീക്കാകാന്ന് വിചാരിച്ചു. നന്നായിട്ടുണ്ടാവും. എന്നാ നമുക്ക്
ഏതാ? ഏതാണ്? ഓട്ടംതുള്ളൽ. ഏതാണ്? ഓട്ടംതുള്ളൽ. ആരാണ് ഇതിന്റെ ഉപജ്ഞാതാവ്? അതായത് ആരാണ് ഇതിന് രൂപം നൽകിയത്? ആരാ? കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹം ആരുടെ ജനിച്ചെന്നറിയോ? അറിയില്ലേ? കാസർഗോഡല്ല, പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ കിളിക്കുറിശി മണ്ഡലത്താണ് ജനിച്ചത്. നമുക്കൊക്കെ അഭിമാനിക്കാം അല്ലെ? അപ്പൊ തുള്ളൽ ഇഷ്ടമായോ? അപ്പൊ മെയിനായിട്ട് തുള്ളലിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങള് മൃദംഗം, ഇലത്താളം, കുഴിത്താളം എന്നിവയാണ്. അപ്പൊ അതിൽ നമുക്ക് മൃദംഗമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കാരണം നമുക്ക് ഇവിടെ എത്തിക്കാൻ പറ്റിയിട്ടില്ല, സോറി. ഇലത്താളമുണ്ട്. ഇനി കാസർഗോഡിന്റെ ഈ ഓട്ടംതുള്ളലിന്റെ വേഷവിധാനങ്ങളെ കുറിച്ച് ടീച്ചർ ഒന്ന് വേഗം ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. ഇതാണ് കിരീടം. എന്താണ്? കിരീടം. ഇതിന്റെ അടിയിലൊരു കണ്ടോ? ഈ മാലയുടെ അടിയില് അതാണ് മാർച്ചട്ട. കൊരലാരം. ഈ മാല കൊരലാരം, മാർമാല എന്ന പേരിൽ അറിയപ്പെടും. അതുപോലെ ഇവിടെ കണ്ടോ കയ്യിൽ കെട്ടിയിരിക്കുന്നത്? അതാണ് തോൾപ്പൂട്ട്. എന്താണ്? തോൾപ്പൂട്ട്. അതുപോലെ ഈ കയ്യിലത് കണ്ടോ? ഇതാണ് ഹസ്തഘടകം. എന്താണ്? ഒന്ന് പറഞ്ഞേ ഓർക്കേ. ഹസ്തഘടകം. അതുപോലെ ഇത് കണ്ടോ വിടർന്നു നിൽക്കുന്നത് കണ്ടോ? അതാണ് കച്ച. എന്താ പറയാ? കച്ച. അതുപോലെ ഈ ഇത് കണ്ടില്ലേ? അതാണ് ഒറ്റനാക്ക്. പിന്നെ നോക്കിയേ, പ്രത്യേകതകൾ പരിചയപ്പെടാം. ഏറ്റവും പഴക്കം ചെന്ന പള്ളി മാലിക് ദിന മസ്ജിദ്. സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നു. കേരളത്തിന്റെ അതിർത്തി പ്രദേശത്ത് കിടക്കുന്ന കാസർഗോഡ് 7-ൽ കൂടുതൽ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നു. മലയാള ഔദ്യോഗിക ഭാഷയെ സംസാരിക്കുന്നുണ്ടെങ്കിലും കന്നഡ, തുളു, കൊങ്കണി, ബ്യാരി, മറാത്തി, ഹിന്ദി, തമിഴ് എന്നീ ഭാഷകളും സംസാരിക്കുന്നു. ഇതിൽ ലിപിയില്ലാത്ത ഭാഷയാണ് ബ്യാരി ഭാഷ. കാസർഗോഡ് ജില്ല കേരളത്തിലെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള ജില്ലയാണ്. കിഴക്ക് പശ്ചിമഘട്ടം, പടിഞ്ഞാറ് അറബിക്കടൽ, വടക്ക് കർണാടക സംസ്ഥാനം. കാസർഗോഡ് ജില്ലയിലെ സാംസ്കാരിക തലസ്ഥാനമായി അറിയപ്പെടുന്ന സ്ഥലമാണ് നീലേശ്വരം. കലാ, സംഗീതം, നാടോടി കലകൾ എന്നിവയ്ക്ക് പ്രശസ്തമായ നഗരമാണിത്. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാർഷിക ഗവേഷണ സ്ഥാപനമാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. തെങ്ങ്, കവുങ്ങ്, കൊക്കോ എന്നിവയുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ശിക്ഷണത്തിൽ സ്ഥാപിക്കപ്പെട്ട ദേശീയ കാർഷിക ഗവേഷണ കേന്ദ്രമാണിത്. കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല 1954 രൂപീകൃതമായി. ചവിട്ടുനാടകം, പൂരക്കളി, മംഗലംകളി എന്നിങ്ങനെ പലവിധ കലാരൂപങ്ങളുള്ള ജില്ലയാണ് കാസർഗോഡ്. യക്ഷഗാനമാണ് മുഖ്യ കലാരൂപം. കേരളത്തെ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കാസർഗോഡ് ജില്ലയിൽ ഉപയോഗിക്കുന്നു. ഭാരതത്തിൽ ആദ്യമായി ഔദ്യോഗിക പുഷ്പവും പക്ഷിയും വൃക്ഷവും പ്രഖ്യാപിച്ച ജില്ല കാസർഗോഡ് ജില്ല. വെള്ളവയൽ കടൽപ്പരുന്താണ് ഔദ്യോഗിക പക്ഷി. കാഞ്ഞിരമരമാണ് കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷം. സെൻസസീവായ പെരിയ കോളത്താളിയാണ് ഔദ്യോഗിക പുഷ്പം. വംശനാശ ഭീഷണി നേരിടുന്ന കാലക്കൂവനാമയാണ് ഔദ്യോഗിക ജീവി. കാസർഗോഡ് ജില്ലയിൽ അറബിക്കടലിന്റെ തീരത്തുള്ള ഒരു പ്രശസ്തമായ ചരിത്ര കോട്ടയാണ് ബേക്കൽകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണിത്. ഇന്ന് ഇത് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. അനന്തപുരം തടാക ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലെ കുമ്പളയ്ക്ക് സമീപമുള്ള പ്രശസ്തമായ ക്ഷേത്രമാണ് അനന്തപുര തടാക ക്ഷേത്രം. കേരളത്തിലെ ഏക തടാക ക്ഷേത്രമാണിത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ആയംകടവ് പാലം. കാസർഗോഡ് ജില്ലയിലെ മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണിത്. മിനിയൂട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി നമുക്ക് കാസർഗോഡ് ജില്ലയിലെ പ്രശസ്തരായ വ്യക്തികളെ പരിചയപ്പെടാം. പ്രശസ്ത സിനിമാ താരം കാവ്യ മാധവൻ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം സ്വദേശി. പ്രശസ്ത
pulo pagaso te pulo Setengah koira indu pulo Pandang celang yang pulo Banyak pulo pagaso te pulo Setengah koira indu pulo Pandang celang yang pulo Orne penjum sayang Malapuratina Niare awo, niare kumati.